മുരിങ്ങയില കൊണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ ദിവസം കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് മുരിങ്ങയില ഒന്ന് കഴുകിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിതൊരു 1/4 കപ്പ് തൈര്, കട്ട തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഒരു 2-3 കുരുമുളക് ഒന്ന് ചതക്കിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിലരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്തത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് 1-2 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങയില നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു ആവിക്ക് കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വാടി കിട്ടും. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ട് വന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നിങ്ങൾ നല്ലോണം തന്നെ കുറച്ച് വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞിട്ട് കറിയൊക്കെ ആകെ ഇതായി പോകും. ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈവിടാണ്ട് തന്നെ ഇളക്കണം, കാരണം ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തൈര് ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു മോര് കറി തയ്യാറാക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്